Today we are going to see the operators in Java. In Java, we use different types of operators. You might have studied all these operators in C and C++. സിയിലും സി പി പിയിലും നിങ്ങൾ പഠിച്ചിട്ടുള്ള ഓപ്പറേറ്റേഴ്സ് മാത്രമേ ജാവയിലും ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. എങ്കിലും നമുക്ക് ജസ്റ്റ് അതിനൊന്ന് കാണാം ഓപ്പറേറ്റേഴ്സ് എന്തൊക്കെയാണ്. Operators can be divided into unary operators, arithmetic operators, shift operators, relational operators, bitwise operators, logical operators, ternary operators and assignment operators. ഇങ്ങനെ പല രീതിയിലുള്ള ഓപ്പറേറ്റേഴ്സ് ആണ് ജാവയിലുള്ളത്. നമുക്കറിയാം, ഫസ്റ്റ് വൺ യൂണറി ഓപ്പറേറ്റേഴ്സ്. Unary operator is an operator which works on a single variable. Unary means one എന്നാണ് അർത്ഥം. യൂണറി ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു വേരിയബിളിൽ മാത്രം ഓപ്പറേറ്റ് ചെയ്യുന്ന ഓപ്പറേറ്ററാണ്. യൂഷ്വലി ഓൾ ഓപ്പറേറ്റേഴ്സ് ആർ ഓപ്പറേറ്റ്സ് ഓൺ ടു വേരിയബിൾസ്. ഓപ്പറേറ്റേഴ്സ് വിൽ ബി lie in between two variables or two data. രണ്ട് ഡേറ്റയ്ക്ക് ഇടയിലാണ് സാധാരണ ഓപ്പറേറ്റേഴ്സ് ഉള്ളത്. രണ്ട് വേരിയബിൾസിൻ്റെ ഇടയിലാണ് ഓപ്പറേറ്റേഴ്സ് നമ്മൾ ഉപയോഗിക്കുന്നത്. ബട്ട് ഇൻ ദ കേസ് ഓഫ് യൂണറി ഓപ്പറേറ്റേഴ്സ് ദേ നീഡ് ഓൺലി വൺ വേരിയബിൾ. ഒരു വേരിയബിൾ മാത്രമേ യൂണറി ഓപ്പറേറ്റേഴ്സിന് ആവശ്യമുള്ളൂ. അതുകൊണ്ടാണ് യൂണറി എന്ന് പേര് പറയാൻ കാരണം. ദാറ്റ് ഓപ്പറേറ്റർ ഓപ്പറേറ്റ്സ് ഓൺ എ സിംഗിൾ വേരിയബിൾ. ഒരു വേരിയബിളിൽ മാത്രം ഓപ്പറേറ്റ് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സ്. പല ടൈപ്പ് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. നമ്മൾ ഇൻക്രിമെൻ്റ് ഓപ്പറേറ്റർ, പ്ലസ് പ്ലസ്, ഡിക്രിമെൻ്റ് ഓപ്പറേറ്റർ, മൈനസ് മൈനസ്, ഇതെല്ലാം യൂണറി ഓപ്പറേറ്റേഴ്സ് ആണ്. ഇതുകൂടാതെ കോംപ്ലിമെൻ്റ് ഓപ്പറേറ്റർ ഉണ്ട്, നോട്ട് ഓപ്പറേറ്റർ ഉണ്ട്. നോട്ട് ഓപ്പറേറ്റർ ഒരു വേരിയബിളിൽ മാത്രം വർക്ക് ചെയ്യുന്നതാണ്. അതുപോലെ കോംപ്ലിമെൻ്റ് നിങ്ങൾക്കറിയാം, 0 1 ആവും, 1 0 ആവും. കോംപ്ലിമെൻ്റ് അത് ഒരു വേരിയബിളിൽ വർക്ക് ചെയ്യുന്നതാണ്. ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, this increment and decrement operators are unary operators, but this operators has two forms. ഇതിന് രണ്ട് ഫോം ഉണ്ട്. ഇവിടെ ഈ ഇൻക്രിമെൻ്റ് ഓപ്പറേറ്റേഴ്സിനും അതുപോലെ തന്നെ ഡിക്രിമെൻ്റ് ഓപ്പറേറ്റേഴ്സിനും രണ്ട് ഫോം ഉണ്ട്. ഒന്ന് നമ്മൾ ഈ ഫോർമാറ്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് പോസ്റ്റ് ഇൻക്രിമെൻ്റ് ഫോം. പോസ്റ്റ് ഇൻക്രിമെൻ്റ് ആണ്. പോസ്റ്റ് ഗ്രാജുവേഷൻ എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ ഗ്രാജുവേഷൻ. പോസ്റ്റ് ഇൻക്രിമെൻ്റ് എന്ന് പറയുമ്പം ആഫ്റ്റർ ഇൻക്രിമെൻ്റ്. അപ്പം പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കണമെങ്കിൽ ചെയ്യണമെങ്കിൽ അതിന് മുമ്പ് ഗ്രാജുവേഷൻ കഴിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ പോസ്റ്റ് ഇൻക്രിമെൻ്റ് ആഫ്റ്റർ ആണ് ഇൻക്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ ആ ഇൻക്രിമെൻ്റ് നടക്കുന്നതിന് മുമ്പായിട്ട് ഈ വേരിയബിളിൽ വേറെ ഏതെങ്കിലും ഒരു ഓപ്പറേഷൻ നടന്നിരിക്കണം. എങ്കിൽ മാത്രമേ ആ ഇൻക്രിമെൻ്റ് നടക്കത്തുള്ളൂ. പോസ്റ്റ് ഇൻക്രിമെൻ്റ്. ഇവിടെ നോക്കിക്കേ, ഇവിടെ സിസ്റ്റം ഡോട്ട് ഔട്ട് ഔട്ട്പുട്ട് എക്സിൻ്റെ വാല്യൂ 10 ആണ്, എക്സ് പ്ലസ് പ്ലസ്. പക്ഷേ എക്സ് പ്ലസ് പ്ലസ് നമ്മൾ പ്രിന്റ് ചെയ്യുമ്പോഴും എക്സിൻ്റെ വാല്യൂവിന് വ്യത്യാസം വന്നിട്ടില്ല. എക്സിൻ്റെ വാല്യൂ 10 തന്നെയാണ്. ഔട്ട്പുട്ട് 10 ആയിരിക്കും. കാരണം എന്താ, ഈ എക്സിന് ഇൻക്രിമെൻ്റ് ചെയ്യുന്നതിന് മുമ്പ് വേറെ ഒരു ഓപ്പറേഷൻ അവിടെ നടന്നിട്ടില്ല. അതുകൊണ്ടാണ് അതിൻ്റെ വാല്യൂ ചെയ്യാത്തത്. ഇപ്പം നിലവിലൊന്ന് പ്രിൻ്റായി കഴിഞ്ഞാൽ ഒരു ഓപ്പറേഷൻ നടക്കുന്നത് കൊണ്ട് പിന്നീട് അത് എക്സിൻ്റെ വാല്യൂ ഇൻക്രിമെൻ്റ് ആവും. അതുകൊണ്ടാണ് ആ എക്സിൻ്റെ വാല്യൂ ആദ്യമേ പ്രിൻ്റ് ചെയ്യുമ്പോൾ എക്സിൻ്റെ വാല്യൂ 10, പ്രിൻറ്റിങ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും എക്സിൻ്റെ വാല്യൂ 11 ആകും. പക്ഷെ ഇവിടെ നോക്കിക്കേ, ഇവിടെ പ്ലസ് പ്ലസ് എക്സ് ആണ്. പ്രീ ഇൻക്രിമെൻ്റ് ഓപ്പറേറ്റർ ആണ്. പ്രീ ഇൻക്രിമെൻ്റ്, പ്രീ ഡിഗ്രി, ഡിഗ്രിക്ക് മുമ്പ് നമ്മൾ പഠിക്കേണ്ടതാണ് പ്രീ ഡിഗ്രി. ഇവിടെ പ്രീ ഇൻക്രിമെൻ്റ്, ആദ്യമേ ഇൻക്രിമെൻ്റ് ചെയ്യും, എന്നിട്ടേ ആ വേരിയബിളിൽ വേറെ ഏത് ഓപ്പറേഷൻ നടക്കത്തുള്ളൂ. പോസ്റ്റ് ഓപ്പറേഷൻ ആകുമ്പോൾ ആ വേരിയബിളിൽ വേറെ എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ, അസൈൻമെൻറ്റ് ഓപ്പറേഷനോ ഏതെങ്കിലും പ്രിൻറ്റിങ് ഓപ്പറേഷനോ ഏതെങ്കിലും ഒന്ന് നടന്ന ശേഷം മാത്രമേ
അവിടെ ഇൻക്രിമെൻ്റ് നടക്കത്തുള്ളൂ. പ്രീ ഇൻക്രിമെൻ്റ് ആകുമ്പോൾ വേറെ ഏത് ഓപ്പറേഷൻ അവിടെ നടക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ ഇൻക്രിമെൻ്റ് നടന്നിരിക്കും. ഡിഗ്രിക്ക് മുമ്പ് പ്രീ ഇൻക്രിമെൻ്റ്. അപ്പം ആദ്യമേ ഇൻക്രിമെൻ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഇവിടെ ആദ്യമേ ഇൻക്രിമെൻ്റ് ചെയ്തില്ല, 10 ആയിരുന്നു. ആ പ്രിൻറ്റിങ് കഴിഞ്ഞിട്ട് അത് ഇൻക്രിമെൻ്റ് ചെയ്തു, അപ്പം 11 ആയി. നിലവിൽ എക്സിൻ്റെ വാല്യൂ 11 ആണ്. പക്ഷെ ഇവിടെ ആ എക്സ് പ്രിന്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ പ്രീ ഇൻക്രിമെൻ്റ് ആയതുകൊണ്ട് ആ 11 വീണ്ടും എന്തായി 12 ആയിട്ട് ഇൻക്രിമെൻ്റ് ചെയ്തു. അതുകൊണ്ടാണ് ഇവിടെ ആ എക്സിൻ്റെ വാല്യൂ 12 വരുന്നത്. ഇനി വീണ്ടും ഇവിടെ ഡിക്രിമെൻ്റ് ആണ്. ഇപ്പം നിലവിൽ എക്സിൻ്റെ വാല്യൂ 12 ആണ്. നമ്മളിവിടെ കൊടുക്കുന്നത് സിസ്റ്റം ഡോട്ട് ഔട്ട് ഓഫ് പ്രിന്റ് എക്സ് മൈനസ് മൈനസ്. ഇവിടെ എന്താണ്? പോസ്റ്റ് ഡിക്രിമെൻ്റ് ആണ്. പോസ്റ്റ് ഡിക്രിമെൻ്റ് നടക്കുന്നത് എപ്പോഴാണ്? പോസ്റ്റിലാണ് എന്ന് പറഞ്ഞാൽ ഈ എക്സിന് അതിന് മുമ്പ് ഏതെങ്കിലും ഒരു ഓപ്പറേഷൻ നടന്നു കഴിഞ്ഞാൽ മാത്രമേ ഇവിടെ ഈ പോസ്റ്റ് ഡിക്രിമെൻ്റ് സംഭവിക്കത്തുള്ളൂ. ഇൻക്രിമെൻ്റ് പോലെ തന്നെ ഡിക്രിമെൻ്റ് സംഭവിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് നിലവിൽ 12 ആണ് എക്സിൻ്റെ വാല്യൂ. പക്ഷേ ഇവിടെ ഇതിനു മുമ്പ് വേറെ ഓപ്പറേഷൻ ഒന്നും കാണിച്ചിട്ടില്ല. ആകെയുള്ള ഓപ്പറേഷൻ പ്രിന്റ് ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പ്രിന്റ് ചെയ്യുന്ന സമയത്ത് നിലവിലുള്ള എക്സിൻ്റെ വാല്യൂ തന്നെയായിരിക്കും 12. ആഫ്റ്റർ പ്രിന്റിംഗ് ഇറ്റ് വിൽ ബി ഡിക്രിമെൻറ്റഡ് ടു 11. അത് പ്രിന്റിംഗ് കഴിഞ്ഞ ശേഷം അതിൻ്റെ വാല്യൂ 11 ആയിട്ട് ഡിക്രിമെൻറ്റ് ചെയ്യും. ഇപ്പം എക്സിൻ്റെ വാല്യൂ 11. ഇനി ഇവിടെ പ്രീ ഡിക്രിമെൻ്റാണ് എന്ന് പറഞ്ഞാൽ ആദ്യമേ ഡിക്രിമെൻ്റ് നടക്കും, എന്നിട്ട് ഈ എക്സിൻ്റെ വാല്യൂയിൽ ഇവിടെ പ്രിന്റിങ് നടക്കത്തുള്ളൂ. അപ്പം നിലവിൽ 11 ആണ്. ഇവിടെ ഈ സ്റ്റേറ്റ്മെൻറ്റ് വരുമ്പോഴും ആദ്യമേ ഡിക്രിമെൻ്റ് നടക്കും. 11 എന്താവും? 1 കുറയും, 10 ആവും. എന്നിട്ടാണ് പ്രിന്റിങ് നടക്കുന്നത്. അപ്പം പ്രിന്റ് ചെയ്യുമ്പോൾ വാല്യൂ 10 ആയിരിക്കും. അപ്പം ഇവിടെ നോക്കിക്കേ, ഇവിടെ പ്രിന്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ആദ്യത്തേത് 10 തന്നെയായിരിക്കും. അതിന് ശേഷമാണ് പ്രിന്റിങ് കഴിയുമ്പോൾ അത് ഒന്ന് ഇൻക്രിമെൻ്റ് ചെയ്യും. അപ്പം എക്സിൻ്റെ വാല്യൂ 11 ആയി. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പ്രിന്റ് ചെയ്യുന്നതിന് മുമ്പ് എക്സിൻ്റെ വാല്യൂ ഒന്നുകൂടെ കൂടും. അപ്പോൾ ആ 11 12 ആയി. ഇനി ഇവിടെ ഡിക്രിമെൻ്റ് പോസ്റ്റ് ഡിക്രിമെൻ്റ് ആയതുകൊണ്ട് വേറൊരു പ്രിന്റിങ് കഴിഞ്ഞ ശേഷമായി അത് ഡിക്രിമെൻ്റ് ആകത്തുള്ളൂ. അതുകൊണ്ട് നിലവിലത്തെ വാല്യൂ 12 തന്നെയാണ്. ഇവിടെ 12 കഴിഞ്ഞിട്ട് പ്രിന്റ് ചെയ്യുമ്പോൾ അത് ഡിക്രിമെൻ്റ് ചെയ്യും, 11 ആവും. ഇവിടെ വരുമ്പോൾ ആദ്യമേ ഒന്ന് കുറയും. അപ്പോൾ 11 ഒന്നും കൂടെ കുറയും. പ്രീ ഡിക്രിമെൻ്റ് ആണ്. ഒന്ന് കുറഞ്ഞ് എക്സിൻ്റെ വാല്യൂ 10 ആവും. അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ ഓപ്പറേഷൻസ്. ആ കാര്യം ശ്രദ്ധിക്കണം. സാധാരണ നമ്മൾ ഉപയോഗിക്കുമ്പം അത് ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ്. പക്ഷേ പല എക്സ്പ്രഷൻസിലും ഇത് നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ അത് ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ ആൻസറുകൾ തെറ്റാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പം സാധാരണയുള്ള ഓപ്പറേറ്റേഴ്സൊക്കെ നിങ്ങൾക്കറിയാം. അതേപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ പറയുന്നില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോകുന്നതേ ഉള്ളൂ. ഇവിടെ ടേബിളായിട്ട് ഞാൻ എല്ലാം കൊടുത്തിട്ടുണ്ട്. യൂണറി ഓപ്പറേറ്റേഴ്സ് 2 പോസ്റ്റ്ഫിക്സ്, പ്രീഫിക്സ്. പിന്നെ അരിത്മാറ്റിക് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. അരിത്മാറ്റിക് ഓപ്പറേറ്റേഴ്സ് നിങ്ങൾക്ക് അറിയാം. പ്ലസ്, മൈനസ്, ഡിവിഷന്, മോഡുലസ്, ഇങ്ങനെയുള്ള ഓപ്പറേറ്റേഴ്സാണ്. അതൊക്കെ നിങ്ങൾക്ക് ബേസിക്കായിട്ട് അറിയാവുന്നതാണ്. അതേക്കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യമില്ല. പിന്നെ ഉള്ളത് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സാണ്. ഇവിടെ ഷിഫ്റ്റ് ഓപ്പറേറ്റേഴ്സാണ്. ഇവിടെ ഷിഫ്റ്റിംഗ് എന്ന് പറയുമ്പോഴത്തേനും നിങ്ങൾ അറിഞ്ഞിരിക്കണം, ഏതെങ്കിലും ഒരു വാല്യൂവിനെ നമ്മൾ ലെഫ്റ്റിലേക്ക് ഒന്ന് ഷിഫ്റ്റ് ചെയ്താൽ ആ വാല്യൂവിൻ്റെ വാല്യൂ മൾട്ടിപ്ലൈഡ് ബൈ 2, അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുവാണ്. ഇവിടെ നോക്കിക്കേ, നിങ്ങൾക്കറിയാം, നിങ്ങൾ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അവിടെ ബിറ്റ് വൈസ് പൊസിഷൻ, ഓരോ പൊസിഷനും അതിൻ്റെ വെയിറ്റ് ഉണ്ട്. 1, 2, 4, 8, 16 അങ്ങനെ. അപ്പോൾ 1, 2, 4, 8, 16, 32 എന്നുള്ള ലെഫ്റ്റ് സൈഡിലേക്കാണ് അതിൻ്റെ വെയിറ്റ് കൂടി വരുന്നത്. അപ്പോൾ 1 പൊസിഷനിലുള്ള ഒരു വാല്യൂവിനെ ലെഫ്റ്റിലേക്ക് ഒന്ന് ഷിഫ്റ്റ് ചെയ്താൽ 1, 2 ആവും. 2നെ ഒന്ന് വീണ്ടും ഷിഫ്റ്റ് ചെയ്താൽ 4 ആവും. 4നെ ലെഫ്റ്റിലേക്ക് ഒന്ന് ഷിഫ്റ്റ് ചെയ്താൽ 8 ആവും. അപ്പോൾ ലെഫ്റ്റിലേക്ക് ഓരോ ഷിഫ്റ്റിങ്ങിലും ഏത് നമ്പർ നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നു ആ നമ്പറിൻ്റെ വാല്യൂ ഡബിൾ ആയിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോഴോ വീണ്ടും അത് ഡിവിഷൻ നടന്നുകൊണ്ടിരിക്കും. അപ്പം സാധാരണ കമ്പ്യൂട്ടറിൽ
മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനും സർക്യൂട്ട് ഇല്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, ബാക്കി ആഡറും സബ്ട്രാക്ടറും ബാക്കിയുള്ള കോമ്പിനേഷൻ സർക്യൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും സർക്യൂട്ടുകൾ ഇല്ല. അത് ഈ പറയുന്ന ഷിഫ്റ്റിങ്ങും ബാക്കി അൽഗോരിതം എല്ലാം വെച്ചാണ് കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ലെഫ്റ്റ് ഷിഫ്റ്റ് ഓപ്പറേറ്റേഴ്സ് നമ്മൾ ഉപയോഗിക്കുന്നത് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനാണ്. ആ സമയത്ത് വാല്യൂ ഡബിൾ ആകും. റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോഴത്തേനും വാല്യൂ നേർപകുതിയാകുകയും ചെയ്യും. ഇപ്പം നിങ്ങൾക്കറിയാം, ജസ്റ്റ് ഞാൻ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അടുത്തതുള്ളത് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ആണ്. ആൻഡ്, ഓർ അങ്ങനെയുള്ള കുറേ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, നിങ്ങൾക്കറിയാം. ജസ്റ്റ് ഇവിടെ പറയുന്നതേ ഉള്ളൂ. ഇൻ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് there are two types of operators. The first one is called short circuit operator. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഷോർട്ട് സർക്യൂട്ട്. രണ്ടെണ്ണം ഉണ്ട്. ആൻഡ് ഓപ്പറേറ്റർ ആണ് ഡബിൾ ആൻഡ്, മറ്റേത് സിംഗിൾ ആൻഡ്. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, ദിസ് ഓപ്പറേറ്റർ, ഡബിൾ ആൻഡ് ഓപ്പറേറ്റർ ഓർ ഷോർട്ട് സർക്യൂട്ട് ആൻഡ് ഓപ്പറേറ്റർ does not check the second condition if the first condition is false. ആദ്യത്തെ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ സെക്കൻഡ് കണ്ടീഷൻ അത് മൈൻഡ് ചെയ്യില്ല. അതിൻ്റെ ആവശ്യമില്ല, നമുക്കറിയാം. ഫോൾസ് ആൻഡ് ട്രൂ എപ്പോഴും ആൻഡ് ആയിരിക്കും. അപ്പം ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഫോൾസ് ആണെങ്കിൽ അടുത്ത കണ്ടീഷൻ ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അതേസമയത്ത് സിംഗിൾ ഓപ്പറേറ്റർ ആണെങ്കിൽ ഇത് ഫോൾസ് ആണെങ്കിലും ഇത് വീണ്ടും അടുത്ത കണ്ടീഷൻ ചെക്ക് ചെയ്യും. ദ സിംഗിൾ ആൻഡ് ഓപ്പറേറ്റർ ഓൾവേസ് ചെക്സ് ബോത്ത് കണ്ടീഷൻസ്. രണ്ട് കണ്ടീഷൻ ചെക്ക് ചെയ്യും. ഇപ്പം എത്ര കണ്ടീഷൻ ഇവിടെ കൊടുക്കുന്നു അത്രയും കണ്ടീഷൻസ് സിംഗിൾ ആൻഡ് ഉപയോഗിച്ച് അതെല്ലാം ചെക്ക് ചെയ്യും. അതേസമയത്ത് ഇവിടെ എത്ര കണ്ടീഷൻ കൊടുത്താലും ഫസ്റ്റ് കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ പിന്നെ ആൻഡ് ഓപ്പറേറ്ററിൽ എത്ര ബാക്കി എന്തൊക്കെ വന്നാലും ലാസ്റ്റ് ഫോൾസേ കിട്ടത്തുള്ളൂ. നമുക്കറിയാം 0 ആൻഡ് 1 0 ആയിരിക്കും. എവിടെയെങ്കിലും 0 കിടന്നാൽ ബാക്കി ഏത് ആൻഡിങ്ങും അവസാനം 0 ആൻസർ ഉള്ളൂ. അതാണ് ഫോൾസ് എന്ന് പറഞ്ഞാൽ 0 റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. അപ്പം അതുകൊണ്ട് ഷോർട്ട് സർക്യൂട്ട് ആൻഡിൽ എക്സിക്യൂഷൻ സമയത്ത് കുറച്ച് ലാഭമുണ്ട്, ടൈം ലാഭമുണ്ടെന്നേ ഉള്ളൂ. നമുക്ക് വലിയ വ്യത്യാസവും നമുക്ക് തോന്നുന്നില്ല. അപ്പം ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. വി ക്യാൻ യൂസ് ബോത്ത് ആൻഡ് ഓപ്പറേറ്റേഴ്സ്, ഷോർട്ട് സർക്യൂട്ട് ആൻഡ് സിംഗിൾ ആൻഡ് ഓപ്പറേറ്റർ. The main difference is the short circuit and operator will check or it will not check the second condition if the first condition is false. But in the case of single AND operator, it will check all the condition even though the first condition is false. അതാണ് അത് തമ്മിലുള്ള മെയിൻ വ്യത്യാസം. അതുപോലെ തന്നെ ഓർ ഓപ്പറേറ്ററും അതുപോലെ തന്നെ നമുക്കറിയാം. The case of OR, if any one of input is 1, the output will be always 1. എവിടെങ്കിലും ഒരു ഇൻപുട്ട് 1 ആയാൽ എപ്പോഴും എത്ര ഇൻപുട്ട് ബാക്കി 0 ആയാലും ഔട്ട്പുട്ട് 1 ആയിരിക്കും. അപ്പോൾ പിന്നെ ഏതെങ്കിലും ഫസ്റ്റ് കണ്ടീഷൻ 1 ആണെങ്കിൽ, ട്രൂ ആണെങ്കിൽ പിന്നെ ബാക്കിയുള്ള കണ്ടീഷൻ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അത് തന്നെയാണ് ഇവിടെ ഷോർട്ട് സർക്യൂട്ട് ഓർ ഓപ്പറേറ്റർ, രണ്ട് ഓർ ഓപ്പറേറ്റർ, 2 OR. It will not check the second condition if the first condition is true, but in this case it will check all conditions even though the first condition is true. അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. അക്കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു ഓപ്പറേറ്ററാണ് ടെർണറി ഓപ്പറേറ്റർ. ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് ടെർണറി. ദ മീനിങ് ഓഫ് ടെർണറി ഈസ് 3-way, 3-way ഓപ്പറേറ്റർ ആണ് ടെർണറി ഓപ്പറേറ്റർ. നമ്മളിതിന് വേറെ പേരുണ്ട്, കണ്ടീഷണൽ ഓപ്പറേറ്റർ എന്ന് പറയും. കണ്ടീഷണൽ ഓപ്പറേറ്റർ ബിക്കോസ് ദിസ് ഓപ്പറേറ്റർ ഓപ്പറേറ്റ്സ് ഓൺ ഓർ ഇറ്റ് ഡിപ്പെൻഡ് ദ ഓപ്പറേഷൻ ഡിപ്പെൻഡ്സ് ഓൺ സർട്ടൻ കണ്ടീഷൻ. കണ്ടീഷനെ ബേസ് ചെയ്ത് ഓപ്പറേഷൻ നടക്കുന്നു. അതുകൊണ്ട് അതിനെ കണ്ടീഷണൽ ഓപ്പറേറ്റർ എന്ന് വിളിക്കും. ഇല്ലെങ്കിൽ അതിൻ്റെ വേറെ പേരാണ് ടെർണറി ഓപ്പറേറ്റർ ഓർ 3-way ഓപ്പറേറ്റർ ബിക്കോസ് ഇറ്റ് ഹാസ് 3 parts. ഇറ്റ് ഓപ്പറേറ്റ്സ് ഇൻ 3 different ways. 3 രീതിയിലാണ് അതിൻ്റെ ഓപ്പറേഷൻ നടക്കുന്നത്. This operator is used instead of if then else statement. If then else ന് പകരം നമുക്ക്
ഉപയോഗിക്കാവുന്ന, സിമ്പിളായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ഓപ്പറേറ്ററാണ് ഈ ടെർണറി ഓപ്പറേറ്റർ. ഇവിടെ നോക്കിക്കേ, ഇവിടെ a is equal to 2, b is equal to 5. Min is equal to variable is equal to a greater than b. ഇതാണ് ക്വസ്റ്റ്യൻ മാർക്ക്. കണ്ടീഷൻ ഓപ്പറേറ്റർ ഇങ്ങനെയാണ് എഴുതുന്നത്, a കോളൻ b. ഇതാണ് കണ്ടീഷൻ. a ലെസ് ദാൻ b, a ബിയെക്കാളും ലെസ് ആണ്. അപ്പോൾ ഇവിടെ നോക്കിയേ, കണ്ടീഷനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഓപ്പറേറ്റർ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിനെ കണ്ടീഷൻ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഇനി ഇവിടെ 3 കാര്യങ്ങൾ നടക്കും. ഒന്ന് കണ്ടീഷൻ ചെക്കിങ് നടക്കും, അതിനുശേഷം സെലക്ഷൻ നടക്കുന്നുണ്ട്. ഇഫ് ദ കണ്ടീഷൻ ഈസ് ട്രൂ, ഇറ്റ് വിൽ take the first value. If the condition is false, it will take the second value. Condition true ആണെങ്കിൽ ആദ്യത്തെ വാല്യൂ എടുക്കും, കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ സെക്കൻഡ് വാല്യൂ എടുക്കും. അപ്പം സെലക്ഷൻ നടക്കുന്നുണ്ട്. ഇവിടെ കണ്ടീഷൻ ചെക്കിങ് ഉണ്ട്. ഡിപ്പെൻഡ് അപ്പോൺ ദാറ്റ് കണ്ടീഷൻ സെലക്ഷൻ വിൽ ബി ടേക്ക് പ്ലേസ്, ആൻഡ് ആഫ്റ്റർ ദാറ്റ് ആൻ അസൈൻമെന്റ് വിൽ ബി ടേക്ക് പ്ലേസ്. കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, സെലക്ഷൻ നടക്കുന്നു, അതിനുശേഷം അതിനെ അസൈൻമെന്റ് നടത്തുന്നു, അസൈൻ ചെയ്യുന്നു ആ വാല്യൂ. അപ്പോൾ 3 കാര്യങ്ങൾ നടക്കുന്നത് കൊണ്ടാണ് അതിനെ നമ്മൾ ടെർണറി ഓപ്പറേറ്റർ, 3 വേ ഓപ്പറേറ്റർ എന്ന് നമ്മൾ പറയുന്നത്. അനദർ ഇമ്പോർട്ടൻ്റ് ഓപ്പറേറ്റർ ഈസ് ബിറ്റ്വൈസ് ഓപ്പറേറ്റേഴ്സ്. ബിറ്റ്വൈസ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്ന ഓപ്പറേറ്റേഴ്സ്, ദാറ്റ് ഓപ്പറേറ്റേഴ്സ് ഓപ്പറേറ്റ്സ് ഓൺ കറസ്പോണ്ടിങ് ബിറ്റ്സ്. 2 വാല്യൂകളുടെ ബിറ്റുകളിൽ, കറസ്പോണ്ടിങ് ബിറ്റ്സിൽ മാത്രം ഓപ്പറേറ്റ് ചെയ്യുന്നതാണ് ബിറ്റ്വൈസ് ഓപ്പറേറ്റേഴ്സ്. ഇവിടെ ബിറ്റ്വൈസ് നോട്ട് ഉണ്ട്, നോട്ട് ഓപ്പറേറ്റർ ഉണ്ട്, ബിറ്റ്വൈസ് ആൻഡ് ഉണ്ട്, ലോജിക്കൽ ആൻഡ് നമ്മൾ കണ്ടു. ഇവിടെ ബിറ്റ്വൈസ് ആൻഡ്, ബിറ്റ്വൈസ് ഓർ, ഷിഫ്റ്റ് റൈറ്റ്, ഷിഫ്റ്റ് ലെഫ്റ്റ്, ഇതെല്ലാം ബിറ്റ്വൈസ് ഓപ്പറേറ്റേഴ്സ് ആണ്. ഇതുപോലെ ബിറ്റ്വൈസ് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. ഇവിടെ നോക്കിക്കേ, ബിറ്റ്വൈസ് നോട്ട് ഓപ്പറേഷൻ മീൻസ് each binary digit will be complemented. When we use this not operator, each binary digit will be complemented. ഇവിടെ ഈ പറയുന്ന വാല്യൂവിനെ നമ്മൾ നോട്ട് ഓപ്പറേറ്റർ ഉപയോഗിച്ച് ചെയ്യുമ്പം എല്ലാ ഡിജിറ്റിലും കോംപ്ലിമെൻ്റ് ചെയ്യപ്പെടുന്നു. 42 എന്ന് പറയുന്ന നമ്പറാണിത്. അതിൻ്റെ കോംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ 0 1 ആയി, കറസ്പോണ്ടിങ് ഈ 0യുടെ 0 കറസ്പോണ്ടിങ് 1 ആയി, ഈ 1 0 ആയി, ഇവിടെ 1 0. കറസ്പോണ്ടിങ് ബിറ്റ്സ് ആണ് കോംപ്ലിമെൻ്റ് ചെയ്യുന്നത്. അപ്പം ബിറ്റ്വൈസ് നോട്ട് എന്ന് പറയുന്നത് ഓരോ ബിറ്റുകളും അത് കോംപ്ലിമെൻ്റ് ചെയ്യുന്നു. ബിറ്റ്വൈസ് ആൻഡ്, ഇവിടെയും കറസ്പോണ്ടിങ് ബിറ്റ്വൈസ് തമ്മിൽ ആൻഡിങ് നടക്കുന്നത്. 42 15 ഈ 2 വാല്യൂസിൻ്റെയും ബൈനറി ഫോർമാറ്റ് നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. നോക്കിക്കേ, 0 and 1 0, 1 and 1 1, 0 and 1 0. ഇതുപോലെ 1 and 1 1, ബാക്കി ഇവിടെ എല്ലാം 0. ഇതുപോലെ കറസ്പോണ്ടിങ് ബിറ്റുകളിൽ നടക്കുന്ന ഓപ്പറേഷനാണ്. അതുകൊണ്ടാണ് വി കോൾ ദാറ്റ് ഓപ്പറേറ്റേഴ്സ് ആസ് ബിറ്റ്വൈസ് ഓപ്പറേറ്റർ. ഓരോ വാല്യൂവിൻ്റെയും കറസ്പോണ്ടിങ് ബിറ്റുകളിൽ മാത്രമേ ഓപ്പറേഷൻ നടക്കത്തുള്ളൂ. ആ വാല്യൂ ഫുള്ളായിട്ട് അവിടെ ഓപ്പറേഷൻ നടക്കുകയില്ല. ഇവിടെ ബിറ്റ്വൈസ് ഓർ ഇതുപോലെ തന്നെ കറസ്പോണ്ടിങ് 0 or 1 1, 1 or 1 1, അങ്ങനെ ഓരോ ബിറ്റ്വൈസ് ആണ് ഓപ്പറേഷൻ നടക്കുന്നത്. 42 or 15, ലാസ്റ്റ് ആൻസർ 47. അപ്പം ഇങ്ങനെ എല്ലാം ബിറ്റ്വൈസ് നടക്കുന്നത് കൊണ്ടാണ് നമ്മളതിനെ ബിറ്റ്വൈസ് ഓപ്പറേറ്റേഴ്സ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ജാവയിൽ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന വേറൊരു ബിറ്റ്വൈസ് ഓപ്പറേറ്ററാണ് ഷിഫ്റ്റ് റൈറ്റ് ഫിൽ സീറോസ്. ഇപ്പം നേരത്തെ നമ്മൾ കണ്ടു, നിങ്ങൾ പഠിച്ചിട്ടുള്ളത് ലെഫ്റ്റ് ഷിഫ്റ്റും റൈറ്റ് ഷിഫ്റ്റും. അപ്പോൾ ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ വാല്യൂ ഡബിൾ ആകുന്നു, റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ വാല്യൂ ഡിവൈഡ് ചെയ്യുന്നു. ബട്ട് ഹിയർ വി യൂസ് ഷിഫ്റ്റ് റൈറ്റ് ഫിൽ സീറോസ്. ദാറ്റ് മീൻസ് ഇവിടെ 3 എണ്ണമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ദിസ് ഓപ്പറേറ്റർ ഈസ് നോട്ട് യൂസ് ഫോർ ന്യൂമറിക്കൽ ഡിജിറ്റ്സ്. ഇവിടെ ന്യൂമറിക്കൽ ഡിജിറ്റ്സിന് വേണ്ടി, ന്യൂമറിക്കൽ വാല്യൂസിന് വേണ്ടിയിട്ടുള്ള ഓപ്പറേറ്റർ അല്ല ഈ ഓപ്പറേറ്റർ.
This operator is used to displace pixel position. പിക്സൽ പൊസിഷൻ്റെ സ്ഥാനം മാറ്റാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഓപ്പറേറ്ററാണ്, അല്ലാതെ ന്യൂമറിക്കൽ വാല്യൂസിൽ അപ്ലൈ ചെയ്യുന്ന ഒരു ഓപ്പറേറ്റർ അല്ല ഇത്. അത് നമ്മൾ ലെഫ്റ്റ് ഷിഫ്റ്റും റൈറ്റ് ഷിഫ്റ്റും ഉപയോഗിക്കാറുള്ളൂ. ഇവിടെ ദിസ് ഈസ് യൂസ് ടു ഷിഫ്റ്റ് പിക്സൽ പൊസിഷൻ ഫോർ ഗ്രാഫിക്കൽ ആപ്ലിക്കേഷൻ. ഗ്രാഫിക്സ് ചെയ്യുമ്പോൾ ആ പിക്സൽ പൊസിഷനെ മൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പറേറ്ററാണ് 3 എണ്ണം റൈറ്റിലേക്ക് നമ്മൾ ഇടുന്നത്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് ഷിഫ്റ്റ് റൈറ്റ് ഫിൽ സീറോസ് എന്നാണ്. കാര്യം റൈറ്റിലേക്ക് എന്തുമാത്രം ഷിഫ്റ്റ് ചെയ്താലും ലെഫ്റ്റ് സൈഡിൽ 0 മാത്രമേ ഫില്ല് ചെയ്യത്തുള്ളൂ. പക്ഷേ സാധാരണ റൈറ്റ് ഷിഫ്റ്റിൽ അങ്ങനെയല്ല. നെഗറ്റീവ് വാല്യൂ ഷിഫ്റ്റ് ചെയ്യുമ്പം MSBയിൽ 1 ആയിരിക്കും അവിടെ റിപ്പീറ്റ് ചെയ്യുന്നത്. ഇവിടെ പോസിറ്റീവ് വാല്യൂ ആണ് ഷിഫ്റ്റ് റൈറ്റിലേക്ക് ചെയ്യുന്നെങ്കിൽ MSB 0 ഡിസ്പ്ലേ ചെയ്യും അവിടെ. പക്ഷേ ഈ കേസിൽ ഏത് വാല്യൂ എങ്ങനെ ഡിസ്പ്ലേ ചെയ്താലും MSBയിൽ ലെഫ്റ്റ് സൈഡിൽ സീറോസ് മാത്രമേ ഫില്ല് ചെയ്യത്തുള്ളൂ. ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് യൂസ്ഡ് ഇൻ ന്യൂമറിക്കൽ വാല്യൂസ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിസ്പ്ലേസ് പിക്സൽ പൊസിഷൻ ഇൻ ഗ്രാഫിക്കൽ ആപ്ലിക്കേഷൻസ്. അതുപോലെ തന്നെ അടുത്ത ഓപ്പറേറ്റേഴ്സ് ആണ് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്. നമുക്കറിയാം, ദിസ് ഓപ്പറേറ്റേഴ്സ് ചെക്സ് ദ റിലേഷൻ ബിറ്റ്വീൻ 2 വാല്യൂസ്. 2 വാല്യൂസ് തമ്മിലുള്ള റിലേഷൻ ചെക്ക് ചെയ്യുന്നു. ഒരുപോലെയാണോ, ഏതാ വലുത്, ഏതാ ചെറുത്, ഇങ്ങനെയുള്ള റിലേഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഓപ്പറേറ്റേഴ്സ് ആണ്. ആ ഓപ്പറേഷൻ കഴിയുമ്പോൾ വി ഗെറ്റ് എ ബൂളിയൻ വാല്യൂ. ആണോ, ചെറുതാണോ, വലുതാണോ, ഒന്നെങ്കിൽ യെസ് ഓർ നോ, ഓർ ട്രൂ ഓർ ഫോൾസ്. അപ്പം 2 വാല്യൂസ് തമ്മിലുള്ള റിലേഷൻ ചെക്ക് ചെയ്യുന്നു. അതിനുശേഷം നമുക്കതിൻ്റെ വാല്യൂ ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് നമുക്ക് റിട്ടേൺ തരുന്നു. അപ്പം അങ്ങനെയുള്ള ഓപ്പറേറ്റേഴ്സാണ് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്. നമുക്കറിയാം, അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പം പറയേണ്ട ആവശ്യമില്ല. നിങ്ങളെല്ലാവരും ഉപയോഗിക്കുന്നതാണ് ഈ ഓപ്പറേറ്റർ.